ദൈവമേ കൈത്തൊഴാമിലേക്ക് പോവാണ്. ഇന്ന് ദൈവമേ കൈത്തൊഴാം കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ. കാസർഗോഡ് കാഞ്ഞങ്ങാടിനടുത്തുള്ള അജാനൂർ പരമശിവ വിശ്വകർമ്മ ക്ഷേത്രം മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഏറെ വ്യത്യസ്തമാണ്. ശ്രീ വിശ്വകർമ്മ മഹാദേവനാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആരാധനാമൂർത്തി. പൗരോഹിത്യ അവകാശം ബ്രാഹ്മണർക്ക് മാത്രം ഉണ്ടായിരുന്ന കാലത്ത് ബ്രിട്ടീഷ് സർക്കാരുമായുള്ള നിയമ പോരാട്ടത്തിനൊടുവിൽ ക്ഷേത്രത്തിൽ പൂജ നടത്താനുള്ള അവകാശം വിശ്വകർമ്മ സമുദായം നേടിയെടുത്തു എന്നൊരു ചരിത്രം കൂടി ഈ ക്ഷേത്രത്തിന് പിന്നിലുണ്ട്. അപ്പം ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം ഇന്നത്തെ ദൈവമേ കൈത്തൊഴാമിൽ. ശ്രീ വിശ്വകർമ്മ മഹാദേവൻ പ്രധാന ആരാധനമൂർത്തിയായ രാജ്യത്തെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് കാസർഗോഡ് കാഞ്ഞങ്ങാടിനടുത്തുള്ള മാവുങ്കാൽ പുതിയകണ്ടത്തെ പരമശിവ വിശ്വകർമ്മ ക്ഷേത്രം. വിരാട് വിശ്വകർമാവ് മുഖ്യപ്രതിഷ്ഠയായി നിലകൊള്ളുന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകത. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യപദത്തിലാണ് മദ്രാസ് ഹൈക്കോടതിയിൽ ചരിത്രപ്രസിദ്ധമായ ആ വാദം ചിറ്റൂർ മാർഗസഹായ ആചാരി നടത്തിയത്. വിശ്വകർമ്മജരുടെ പാരമ്പര്യനിഷ്ഠകളും സാംസ്കാരിക പ്രാമാണ്യവുമൊക്കെ ബോധ്യമാവും വിധം നടത്തിയ ആ ഇടപെടൽ വിശ്വകർമ്മ സമൂഹത്തിന്റെ ആത്മാഭിമാനവും ശക്തിയും വർദ്ധിപ്പിക്കുന്നതായി. വിശ്വകർമ്മ ക്ഷേത്രങ്ങളിൽ പൂജാകർമ്മങ്ങൾ ചെയ്യാനുള്ള നേരവകാശം വിശ്വകർമ്മജന് സ്വന്തമാക്കിയ കോടതി ഇടപെടൽ. ജാതി ബ്രാഹ്മണർ മറ്റുള്ളവരെ വഴിനടക്കാൻ പോലും അനുവദിക്കാതിരുന്ന കാലത്താണ് വിശ്വകർമ്മജർക്ക് ഇത്തരത്തിലൊരു അനുകൂല നിയമവഴി തെളിഞ്ഞത്. ഒരു വിദ്യാലയത്തിൻ്റെ തുടക്കത്തിലായിരുന്നു ഈ ക്ഷേത്രം ഇവിടെ ആരംഭിച്ചത്. അങ്ങനെയുണ്ടൊരു സങ്കല്പം. കാരണം സരസ്വതി പൂജ നടക്കുകയും അതിൻ്റെ ആവിർഭാവമായിട്ട് മെല്ലെ മെല്ലെയാണ് ഈ ക്ഷേത്രം ഉയർന്നു വന്നത്. പിന്നീട് മറ്റൊരു വലിയ മഹാസംഭവം എന്ന് പറയുന്നത് നമ്മൾ ഈ വേദ സംസ്കാരം എല്ലാ സമുദായത്തിനും അർഹതപ്പെട്ടതാണ് എന്ന് ചിറ്റൂർ കോടതി വിധി വാങ്ങിയിട്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഈ ക്ഷേത്രത്തിന് പണി ആരംഭിക്കുന്നത്. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മളിന്ന് പറയപ്പെടുന്ന ഒരു മുന്നേറ്റം ഈ ക്ഷേത്രത്തിലും ഉണ്ടായിട്ടുണ്ട്. കൊല്ലവർഷം 1110 കർക്കിടകം 29 കിഴക്കുംകര മണൽ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം പരിസരത്ത് ബ്രഹ്മശ്രീ രാമനായത്താൻ ആചാര്യരുടെ നേതൃത്വത്തിൽ ഉരുത്തിരിഞ്ഞ ചില നിർദ്ദേശപ്രകാരം 1936 ജൂൺ 15 എഴുതി തയ്യാറാക്കിയ ഒരു നിശ്ചയരേഖ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിക്കാനുള്ള ഏറെ പ്രസക്തമായ ഒന്ന് കാസർഗോഡ് താലൂക്ക് വിശ്വകർമ്മ ബ്രാഹ്മണ സംരക്ഷണ സഭ നിശ്ചയരേഖ. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഭാരതത്തിൽ വിശ്വകർമാവിൻ്റെ പൂർണ്ണ കായപ്രതിമയുള്ള ക്ഷേത്രം ഇത് തന്നെ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നതല്ല. ശ്രീ അക്കിത്തൻ കവിയുടെ വന്ന അവസരത്തിൽ പറഞ്ഞതാണ്. വിശ്വകർമാക്കളാൽ പൂജ ചെയ്യുന്ന വിശ്വകർമാവിൻ്റെ പൂർണ്ണ കായപ്രതിമയുള്ള ഈ മഹാക്ഷേത്രം ഈ അജാനൂരിന് ശ്രീമദ് പരശു വിശ്വകർമ്മ ക്ഷേത്രം മാത്രമാണ്. ഞാൻ അറിയുന്നിടത്തേക്കും അത് തന്നെയാണ്. ഇന്ത്യയിലെ ഏക വിശ്വകർമ്മ ക്ഷേത്രം ഇതാണ്. പരമശിവ വിശ്വകർമ്മ ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയത് രാജഗുരു ശില്പസിദ്ധാന്തി സിദ്ധലിംഗ മഹാസ്വാമികളായിരുന്നു. വിശ്വാസവും ആരാധനയും വൈദിക ക്രിയകളും ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമായി തീർപ്പ് കൽപ്പിച്ച കാലത്താണ് തങ്ങളുടേത് മാത്രമായ വൈകാരികമായ ആരാധനാക്രമങ്ങൾ നിശ്ചയിക്കാനും നടപ്പിൽ വരുത്താനും ഒരു കൂട്ടം മനുഷ്യർ രാഷ്ട്രീയമായ അധികാരം നേടിയെടുത്തത്. അങ്ങനെ പൂജാവിധികൾ നിർണയിക്കാനുള്ള നേരവകാശം നേടിയെടുത്ത ആദ്യ സമുദായ ക്ഷേത്രമെന്ന നിലയിൽ കൂടി പ്രസക്തമാണ് കാഞ്ഞങ്ങാട് മാവുങ്കാലിലെ വിശ്വകർമ്മ ക്ഷേത്രം. ന്യൂസ് മലയാളം, കാസർഗോഡ്.